എന്താണ് തീർത്ഥാടനം? എന്തിനാണ് തീർത്ഥാടനം? ഈശ്വരനാണെങ്കിൽ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഇരിക്കുന്നെന്ന് പലരും എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ അമ്പലത്തിലും പള്ളിയിലും മസ്ജിദിലും ഒക്കെ പോകുന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്നു, ഹിമാലയത്തിൽ പോകുന്നു, ഈശ്വരനെ തേടി പോവാണ്. അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഓരോ കണികയിലും ജീവൻ്റെ തുടിപ്പ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ തലച്ചോറിൻ്റെയോ ഹൃദയത്തിൻ്റെയോ ശ്വാസകോശത്തിൻ്റെയോ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ 3 അവയവങ്ങൾക്കുള്ള പ്രാധാന്യം മറ്റവയവങ്ങൾക്കില്ലതാനും. അതുപോലെ ഭൂമിയിലെ ഓരോ പ്രദേശത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരേ പ്രാധാന്യമുള്ളതല്ല. പരിപാവനവും ഈശ്വര സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ ഭൂമികളാണ് ആരാധനാലയങ്ങൾ. അങ്ങനെയുള്ള പുണ്യഭൂമികളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ യാത്രകൾ നമ്മുടെ മനസ്സിലെ ഒരുപാട് ചിന്തകളെ മാറ്റി മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഉപകരിക്കും. അല്ലാതിപ്പോൾ ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നേടും എന്നുള്ളതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ്. അങ്ങനെയൊന്നും ആരും നേടുന്നില്ല. മനസ്സിനൊരു സമാധാനം കിട്ടും. അലട്ടുന്ന കുറേ ചിന്തകളിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്കൊരു മോചനം, നിങ്ങളൊരു മറ്റൊരു അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, മറ്റ് ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്താൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനാമങ്ങൾ, ഏത് ഈശ്വരനുമായിക്കോട്ടെ, ഈശ്വരൻ്റെ നാമങ്ങൾ ജപിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ബ്ലാങ്കാണ്, മനസ്സ് ശൂന്യമാണ്, ഈശ്വരനാമം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നേടാൻ വേണ്ടിയാണ് ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നത്. അല്ലാതെ ആരാധനാലയത്തിൽ പോയി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ച് എന്തെങ്കിലും വഴിപാട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം സാധിക്കും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം തേടിയുള്ള യാത്രയാണ് നമ്മുടെ ആദിശങ്കരാചാര്യരും സ്വാമി വിവേകാനന്ദനും യോഗാനന്ദ പരമഹംസനും പോലുള്ള മഹാത്മാക്കൾ നടത്തിയത്. അവരുടെ ആ യാത്രയിൽ അവർ സ്വന്തം ഗുരുവിനെ കണ്ടെത്തി, സ്വന്തം മനസ്സിലെ, അവരുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞ ഈശ്വര ചൈതന്യത്തെ നിരന്തര സാധനകളിലൂടെ പരിപോഷിപ്പിച്ചിട്ട് അതീന്ദ്രിയമായ ഒരു ജ്ഞാനം നേടി. പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരുവിധം അമാനുഷിക ശക്തി അവർ സ്വായത്തമാക്കി എന്ന് തന്നെ വേണം കരുതാം. അങ്ങനെയുള്ള അത്ഭുത സിദ്ധികൾ അവർ നേടുകയായിരുന്നു. അവർക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ചിലപ്പോൾ സാധാരണ മനുഷ്യന് അടുത്തറിയാൻ കഴിയാത്തവയാണ്, അടുത്തറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. വിശ്വാസിയും അവിശ്വാസിയും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രപഞ്ചത്തിനെ, ഈ ലോകത്തിനെ, ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി എവിടെയോ ഉണ്ട്. അത് ഏത് അവിശ്വാസിയും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആ ശക്തിയെ പലരും പല പേരിൽ വിളിക്കും. എന്ത് പേര് വിളിക്കണം എന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ടായി. ആ തർക്കങ്ങളാണ് പല ജാതി വ്യവസ്ഥയിലേക്കും പല മതങ്ങളിലേക്കും പോയത്. പല വിശ്വാസങ്ങൾ, പല ദൈവങ്ങൾ, ചിലരതിനെ ഗുരുത്വാകർഷണം എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ പല ദൈവങ്ങളുടെ പേര് വിളിക്കുന്നു. അതൊക്കെ സയൻസും മനുഷ്യൻ്റെ സൃഷ്ടിയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രം. ശക്തി എന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ശക്തി, അത് തപസ്സിലൂടെ തിരിച്ചറിയണം.
അങ്ങനെ ചെയ്തവരാണ് നമ്മുടെ ഈ ഗുരുക്കന്മാരായ ആദിശങ്കരാചാര്യരെ പോലുള്ളവർ. നമ്മുടെ കൊല്ലൂരിൽ കുടജാദ്രി മലയുടെ മുകളിൽ സർവജ്ഞപീഠം കയറിയ ആചാര്യൻ സാക്ഷാൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നീ അന്വേഷിക്കുന്ന ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള പുണ്യാത്മാക്കളുടെ പാദസ്പർശത്താൽ പരിപാവനമായ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതൊക്കെ പുണ്യാത്മാക്കൾ സന്ദർശിച്ചിട്ടുണ്ട്. കാരണം അവരുടെ മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഏകാഗ്രമാകാൻ വേണ്ടി നമ്മൾ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈശ്വരവചനങ്ങൾ ഉരുവിടുന്നു. അങ്ങനെയുള്ള മഹാഗുരുക്കൾ സ്ഥാപിച്ച മഹാക്ഷേത്രങ്ങൾ ദർശിക്കണമെങ്കിൽ അത് ഈ നിരീശ്വരവാദികൾ അവിടെ പോകില്ലല്ലോ. ഈശ്വരവിശ്വാസമില്ലാത്തവർ അവിടെ പോകില്ല. അവർക്ക് അവിടെ കാലുകുത്താനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം യോഗ്യതയുണ്ടെങ്കിൽ അവരവിടെ എത്തിപ്പെടും. വിശ്വാസികൾ അവിടെ എത്തിപ്പെടും, അതും വിധിച്ചവൻ മാത്രം. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ കഴിയും. ഈശ്വരാനുഗ്രഹം സിദ്ധിച്ചവർക്കാണ് അങ്ങനെ അവിടെ എത്താൻ കഴിയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും എഴുതി വച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന ദിവസം ഇതുവഴി ഇങ്ങനെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യണം, ഇവിടെ പോകണം, ഇന്ന ആളെ കാണണം. ഇതെല്ലാം തലേവരെ എന്ന് നമ്മൾ പറയില്ല, അതെല്ലാം എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റമില്ലാതെ തുടരുക തന്നെ ചെയ്യും.